എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു സ്പെഷ്യൽ അവൽ വിളയിച്ചതാണ്. ഈ അവൽ വിളയിച്ചതിനെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ചേരുവ കൂടി ചേർത്തിട്ടാണ് ഇതിനെ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അമ്മമ്മമാർക്കൊക്കെ ഈ ഒരു അവല് വിളയിച്ചതിനെ കഴിക്കാനായിട്ട് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അത്രയ്ക്കും സ്വാദാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്. ഈ ഒരു വിഷു നാളില് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് വിഷു സ്പെഷ്യൽ അവല് നനച്ചത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അവല് നനച്ചെടുക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ ചുവടുകട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 50 ഗ്രാം അളവിൽ കാഷ്യൂസ് ചേർക്കാം. ഇനി വേണ്ടത് അവിലാണ്. ഞാനിവിടെ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം അളവുണ്ട്. ഇപ്പോൾ നമ്മുടെ കാഷ്യൂസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് റൈസിൻസ് ആണ്. റൈസിൻസ് 25 ഗ്രാം അളവിലാണ് ചേർത്തിട്ടുള്ളത്. കാഷ്യൂസും റൈസിൻസും നല്ലതുപോലെ മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് അവില് കൂടെ ചേർക്കണം. നമ്മളിന്ന് തയ്യാറാക്കുന്ന അവല് നനച്ചത് വളരെ സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അമ്മമ്മമാർക്ക് വരെ ഇത് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ അവലിനെ ഒരു 2 മിനിറ്റ് നേരമാണ് വഴറ്റിയെടുക്കേണ്ടത്. 2 മിനിറ്റ് നേരം നെയ്യിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 മുറി നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം. നാളികേരം എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വലിയ മുറി നാളികേരമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നാളികേരവും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരവും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അവിലും തേങ്ങയും നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ തിളപ്പിക്കാത്ത പാല് കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാല് കൂടി ഒഴിച്ചു കഴിഞ്ഞ് നമ്മുടെ അവിലിനെ വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. പാലെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടണം. അതുപോലെ തന്നെ അവില് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്തും കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടി തുറന്ന് അടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മുടെ അവില് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല പാലെല്ലാം ഒന്ന് വറ്റിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര ചേർക്കാം. ഞാനിവിടെ 150 ഗ്രാം അളവില് ശർക്കര ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 250 ഗ്രാം അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര മാത്രമാണ് ചേർക്കേണ്ടതെങ്കിൽ 350 ഗ്രാം അളവിൽ ശർക്കര ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ശർക്കര പാനിയാണ് ചേർക്കേണ്ടതെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള പാനി വേണം ചേർത്ത് കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ മധുരവും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ശർക്കര പൊടിയും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് ഉരുക്കി ഒന്ന് മെൽറ്റായി കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ അവിലേക്ക് എല്ലാം ഒന്ന് പിടിച്ചുകൂടെ കിട്ടണം. മധുരമൊക്കെ നല്ലപോലെ ഉരുക്കി തുടങ്ങിയാൽ നമ്മുടെ അവില് നല്ലതുപോലെ ഒന്ന് കട്ടിയായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം ഇതിനെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ടും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള കാഷ്യൂസും റൈസിൻസും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ അവല് നനച്ചത് ഇവിടെ റെഡിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷുനാളിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇങ്ങനെ അവലിനെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് കഴിക്കാനായിട്ടും. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. അവലിന്റെ ചൂടെല്ലാം ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ചുക്കും ഏലക്കായും കൂടി പൊടിച്ച പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചുകൂടി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്ന ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.